കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മോഹനൻ ചേട്ടൻ അടുത്തിടെ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യുകയുണ്ടായി. അതിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം കൊണ്ട് അദ്ദേഹം പഠിച്ചു വളർന്ന കുണ്ടൂർ UP സ്കൂളിലെ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള പഠനോപകരണവും മധുരവും മോഹനൻ ചേട്ടൻ്റെ സുഹൃത്തായ MA ജോജോയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ വാർഡ് മെമ്പറായ സണ്ണി കൂട്ടാല ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന സന്തോഷകരമായൊരു ചടങ്ങാണിത്. നമസ്കാരം. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജോർജ് ചേട്ടൻ, എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ വൈഫ് നീല ചേച്ചി, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും സ്കൂളിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതാണ് നീല ചേച്ചി. ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപിക ശാന്ത ടീച്ചർ, മറ്റു ടീച്ചേഴ്സ് കൂടെയുമായി നമുക്കെല്ലാവർക്കും ഇന്ന് ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മോഹനൻ ചേട്ടന് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ അംഗങ്ങളാണ് എന്താണെങ്കിലും ഉണ്ട് ഇതിനകത്ത് മോഹനൻ ചേട്ടനാ അല്ലേ? മോഹനൻ ചേട്ടൻ എപ്പോഴും കുണ്ടൂർ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും തൻ്റേതായിട്ടുള്ള എല്ലാ കഴിവുകൾക്കും എല്ലാ തലവും ചേർന്ന് നിൽക്കുന്ന മോഹനൻ ചേട്ടൻ ഇന്ന് കഴിഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ 3 വർഷമായിട്ട് മോഹൻ ചേട്ടൻ യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ കൂടെ തന്നെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഈ കുണ്ടൂർ പഞ്ചായത്തിലെ തന്നെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ നാടിൻ്റെ ഭംഗിയും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ അപ്പം അറിയിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻ ചേട്ടന് ഇപ്പോൾ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കി കിട്ടി. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം നമ്മളൊക്കെ ആദ്യമായിട്ട് ഒരു ജോലിയൊക്കെ കിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണം മോഹനൻ ചേട്ടനെ ഈ ആദ്യ പ്രതിഫലം കയ്യിലേക്ക് വന്ന് കയറിയപ്പോൾ മോഹനൻ ചേട്ടന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിക്കയറിയത് നിഷ്കളങ്കരായിട്ടുള്ള ഈ കുണ്ടൂർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖമാണ്. ഒട്ടും അമാദിച്ചില്ല. മോഹനേട്ടൻ ഉടനെ തന്നെ ഇവിടുത്തെ പ്രധാന അധ്യാപിക ശാന്തചിത്രം വിളിക്കുകയും എനിക്ക് ഈ കിട്ടിയ ഈ സിനിമയിൽ അഭിനയിച്ചതിന്റെ ഈ പ്രതിഫലം ഉള്ളതുകൊണ്ട് 1 രൂപ പോലും അതിൽ നിന്ന് ഞാൻ എടുക്കാതെ അത് ഈ കൊച്ചുമക്കൾക്ക് പഠിക്കാനായിട്ട് പേനയും കുറച്ച് സീറ്റ്സുമായിട്ട് എനിക്ക് കൊടുത്ത് ഈ മധുരം പങ്കിട്ടുകൊണ്ട് ഈ ആഘോഷം എനിക്ക് അതോടൊപ്പം ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് മോഹനൻ ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ അവസരത്തിൽ മോഹനൻ ചേട്ടനെ ഇനിയും ഒട്ടനവധി സിനിമയിൽ അഭിനയിച്ച് വലിയൊരു നടനാവാനും അറിയപ്പെടുന്ന ഒരു നടനാവാനായിട്ടുള്ള എല്ലാത്തിനും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മോഹനൻ ചേട്ടന്റെ ഈ സിനിമയിൽ അഭിനയിച്ച ഈ ഒരു വേദനത്തിൽ കിട്ടിയ ഇങ്ങോട്ടുള്ള ഈ ഒരു ചെറിയ ഈ പേന നമ്മുടെ മറ്റ് സാധനങ്ങൾ ഔപചാരികമായിട്ട് ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. കയ്യടിക്കൊണ്ടല്ലാവരും കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ എൻ്റെ പ്രിയ സ്നേഹിതൻ ജോർജ് ചേട്ടനെ ഞാൻ ക്ഷണിക്കാം. വിദ്യാലയവും ഇവിടുത്തെ അധ്യാപകരുമായി വളരെ ആത്മബന്ധം ഇവിടെ പഠിച്ച ഓരോ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ശ്രീ മോഹനൻ മൈത്ര
അദ്ദേഹം ഇതിനു മുൻപും സ്കൂളിൻ്റെ ചുമര് വൈറ്റ് വാഷ് ചെയ്യുക, യാതൊരു പ്രതിഫലം പറ്റാതെ. പക്ഷേ അദ്ദേഹത്തെ പലരും കളിയാക്കാറുണ്ട്, പുച്ഛിക്കാറുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോഹനൻ. അദ്ദേഹം ഇപ്പോൾ ഈ അദ്ദേഹം ഒരു സിനിമയിൽ ചെറിയൊരു റോൾ എടുത്തു. ചെറിയൊരു റോൾ അതിൽ കിട്ടിയ ആ പ്രതിഫലം കൊണ്ടാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു ശാരദാ മുരളീധരൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ ശാരദാ മുരളീധരൻ്റെ പേര് മുൻപൊരാണ് കരോട്ട് വരുന്നത്. 1981 ഈ സ്കൂളിൽ മുഖ്യമന്ത്രി എൻ്റെ പൊന്നുമക്കളെ, എഴുതിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ടീച്ചറോട് ഞാൻ എന്ത് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് എന്നെ സോൾവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ 2-3 ആഴ്ചകൾക്ക് മുന്നേ ഒരു ടീമിൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഞാൻ ആകെ മേടിച്ചു. ഈ സിനിമയിലെ വലിയൊരു വീഡിയോയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെ എത്തൂല എന്നൊരു തോന്നലുണ്ടായി. ഞാൻ ഏത് വേഷമുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ പോലീസിൻ്റെ വേഷമാണ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ ചെറിയ ക്യാമറയിലൊക്കെ ഞാൻ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, റീൽസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടൈമോടെ ചെയ്യലാണ്, നല്ലതൊന്നും ചെയ്യല്ല. ചിലത് ശരിയാവും, ചിലത് നന്നാവും. അങ്ങനെയുള്ള ഒരു ആളാണ്. അഭിനയത്തിന് ഭയങ്കര പേരുള്ള ആളാണ്, ഭയങ്കര ബഹുമാനമുള്ള ആളാണ്, ഭയങ്കര സ്നേഹമുള്ള ആളാണ്. അപ്പോൾ ഈ 3 ഘട്ടവും എനിക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോലീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, അതെ എനിക്ക് കൈക്ക് കുറവാ, ഒപ്പം കുറവാ, വന്നിട്ട് അടുത്തേക്ക് ഞാൻ വിളിക്കാറുള്ളൂ, ശരിയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വിളി വന്നപ്പോൾ നിങ്ങൾ കൊടുങ്ങല്ലൂർ ആണ് ഷൂട്ടിങ്, നല്ല റോളാണ്, നിങ്ങളൊക്കെ ശരിക്കും 600 രൂപ ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 600 രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ കണ്ടിട്ട് പിന്നെ എനിക്ക് 3 സ്കൂൾ പറഞ്ഞാൽ ഞാനിവിടെയൊക്കെ പഠിച്ചത്. അപ്പോൾ ഈ 3 സ്കൂളോട് എനിക്ക് ഭയങ്കര അതിലില്ലാത്ത സ്നേഹമുള്ളൂ. ആ സ്നേഹത്തോടെ ഇതുവരെ ഉണ്ടാവും എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഞാൻ പഠിക്കാവുന്ന രീതിയിൽ ഒരു നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓണത്തിന് പരീക്ഷയ്ക്ക് എടുക്കാനുള്ള, അപ്പോൾ നിങ്ങൾക്ക്